ഇപ്പം ഞങ്ങൾക്ക് ജോൺസേട്ടനെ കാണുന്ന പോലാണ് ചേച്ചിയെ കാണുന്നത്. അപ്പം അത് ആ ഒരു ഫീലാണ് മനസ്സിലുള്ളത്. എത്ര പാട്ടുകൾ ഞങ്ങളിന്ന് ജോൺസേട്ടനെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു പാട്ടായിട്ട് എടുത്ത് പറയാൻ പറ്റത്തില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ റീ റെക്കോർഡിംഗ് ആണെങ്കിലും പിന്നെ ജോൺസേട്ടൻ്റെ സ്വഭാവവും സംസാരവും ആ തൃശ്ശൂർ ഭാഷ അത് നല്ല രസമാണ്. ജോൺസേട്ടൻ്റെ അടുത്തുള്ള സംസാരം, അദ്ദേഹത്തിൻ്റെ തമിഴ് കേൾക്കാനും വളരെ രസമാണ്. വലിയ തമിഴ് പറയത്തില്ല ജോൺസേട്ടൻ, പറയുന്നത് നല്ല രസമാണ്. അപ്പോൾ അത് ആ ഓർമ്മകളൊക്കെ കുറേ ഉണ്ട് ചേച്ചി. ഞാനവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് ചായ ഒന്നും ഇട്ട് വന്നിട്ടില്ല. അത് ഇട്ട് വരാൻ തോന്നിയിട്ടുണ്ടാവും, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അല്ല, അവിടെ നിന്ന് കുറേ നേരം സംസാരിച്ച് ജോൺസേട്ടന് പിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞാൻ വന്നത്. അപ്പം ഞാൻ അങ്ങനെ ഒരു നിരന്തര സന്ദർശകനല്ലെങ്കിലും ജോൺസേട്ടൻ്റെ മ്യൂസിക്കുമായിട്ട് നല്ല ഒരു കണക്ഷൻ. എന്താ പറഞ്ഞാൽ നമ്മുടെയൊക്കെ സന്തോഷം എന്ന് പറഞ്ഞാൽ ആ സംഗീതമൊക്കെ തന്നെയാണ് ചേച്ചി ഇപ്പോഴും. ശരത്തിനെ പാടിച്ച് ആദ്യം എന്ത് പേടിയായിരുന്നു. ഞാൻ ജോൺസേട്ട് പാടുമ്പോ പാടാ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ജോൺസേട്ടെ പേടിയാവുന്നു. നീ പാട്, നീ ഞാൻ പറഞ്ഞ അന്നല്ല നീ പാടുന്നു, പിന്നെ തന്നെ പേടിക്കുന്നു, പാട്. അപ്പം ഞാനും കൊച്ചിൻ ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരൻ, ഞങ്ങൾ രണ്ടും കൂടെ പാടിയത്. അപ്പം എനിക്കത് എത്രത്തോളം നന്നായിട്ട് പാടാൻ പറ്റും. പക്ഷേ രസമായിരുന്നു. ഒരു ഐസ്ക്രീം എന്ന് പറഞ്ഞൊരു ഫിലിമിൽ പണ്ട് വളരെ ചെറുപ്പം. ചുമ്മാരുടെ അപ്പോഴേ പേടി. അവൾ എന്തെങ്കിലും കിട്ടാൻ കാത്തു. എന്നാലും റാണേന്റെ ഇവിടെ നിൽക്കും ഏതെങ്കിലും രണ്ടുപേര് ജോൺസൺ മാസ്റ്ററുടെ അത് ഞാൻ പാടിത്തരാം. പൂവിൻ ചൊടിയിലും മൗനം, ഭൂമി ദേവി തന്നാത്മാവിൽ മൗനം. പൂവിൻ ചൊടിയിലും മൗനം, ഭൂമി ദേവി തന്നാത്മാവിൽ മൗനം. വിണ്ണിൻ്റെ കണ്ണുനീർത്തുള്ളിയിലും കൊച്ചുമൺ തരിച്ചുണ്ടിലും മൗനം. എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു വന്നു. പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറിപ്പറന്നു വന്നു. പാറിപ്പറന്നു വന്നു. പാറിപ്പറന്നു വന്നു.